അപ്പൊ ഇന്നെന്തുണ്ടാക്കാൻ പോണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ല. അത് തന്നെ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ട്സ്. പിന്നെ അതിൻ്റെ ഒരു വർക്കിംഗ് കണ്ടാ നല്ല അടിപൊളിയായിട്ട് ട്രേസ് എടുക്കാം. എന്താണ് വരയ്ക്കാൻ അറിയാവുന്നവർക്കും ഞാൻ അറിയില്ലെങ്കിൽ വല്ല പ്രൊജക്റ്റാ വല്ല ഡയഗ്രാം വരയ്ക്കുമ്പോഴൊക്കെ നമുക്കത് യൂസ് ചെയ്യാന്നേ, അടിപൊളിയാന്നേ. പിന്നെ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ട്സിനെ പറ്റി അധികം പറയേണ്ട ആവശ്യമില്ലല്ല, എല്ലാവർക്കും അറിയുന്ന സംഭവമല്ലേ. അപ്പോൾ ഈ ഒരു ട്രെൻഡിങ് ഐഡിയ നമുക്ക് വീട്ടിൽ തന്നെ അല്ലറ ചില്ലറ ഐറ്റംസ് വെച്ച് ഉണ്ടാക്കാന്നേ. പിന്നെ ഇത് ഉണ്ടാക്കുന്ന ഐഡിയ ട്രെൻഡിങ് ആണ്, അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാൻ സിമ്പിൾ ആണെന്ന്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലേ, ഈ കാര്യങ്ങളൊന്നുമല്ല, ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ സമ്മർ ഫ്ലോപ്പായി കയ്യിലിരിക്കും. അപ്പം നമ്മുടെ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കാനായിട്ട് A4 സൈസ് പേപ്പർ എടുത്തൊന്ന് കട്ട് ചെയ്തെടുക്കണം, എന്നിട്ട് ഓയിൽ അടിച്ചെടുക്കണം. ശരിക്കും ഇല്ലേ, A4 സൈസ് പേപ്പർ ഓയിൽ അടിച്ച് ഉണക്കിയെടുത്തിട്ട് കട്ട് ചെയ്താലും മതി. എങ്ങനെയൊക്കെ ചെയ്താലും ഫൈനലി പാർഷ്യലി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സ്ക്വയർ പീസസ് നമ്മുടെ കയ്യിൽ കിട്ടണം. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ, അത് വേറെ നല്ല ഓയിൽ അടിച്ച് നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കണം. ശരിക്കും തേച്ചെടുക്കാനായിരുന്നു എന്റെ പ്ലാനിങ്. പക്ഷെ ഈ ഓയിൽ അടിക്കുന്ന വീഡിയോ ഞാൻ ഇന്നലെ എടുത്തേന്, എന്നിട്ട് ഞാനൊരു ബുക്കിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പേപ്പറൊക്കെ ഓയിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ തേച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു തുണി വെച്ച് ഒപ്പിയെടുത്താലും മതി. ഇനി എന്താ ചെയ്യണേന്നൊക്കെ നിങ്ങൾ കണ്ടല്ല. അപ്പൊ സംഭവം അത്രയുള്ളൂ. പിന്നെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഇങ്ങനെയുണ്ട്. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം.